പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇരിക്കെ എം ഹസനും KPCC പ്രസിഡന്റായി. തൽക്കാലത്തേക്കാണെങ്കിൽ തൽക്കാലത്തേക്ക് 50 വർഷമായി ചെയ്തു പോരുന്ന പണിക്ക് ഒരു കൂലി കിട്ടിയല്ലോ. പാർട്ടിയെ ശക്തിപ്പെടുത്തുക, പാർട്ടിയിൽ ഐക്യം സ്ഥാപിക്കുക, ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. മുഴുവൻ സമയ KPCC പ്രസിഡന്റിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയാണോ? എത്ര സമയത്തേക്കാണെന്നുള്ളതല്ല, പ്രസിഡന്റിന്റെ ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ചുമതല ഞാൻ നിർവഹിക്കുന്നിടത്തോളം കാലം ഗൌരവമായും വളരെ ആത്മാർത്ഥമായും ഞാൻ നിർവഹിക്കും. 1969 TO ബാബാ സാഹിബ് KPCC പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ദേശീയ മുസ്ലിം ആ കസേരയിൽ എത്തുന്നത്. എം ഹസൻ മലപ്പുറത്തായിരിക്കുമ്പോൾ തന്നെ ഈ സന്തോഷ വാർത്ത വന്നതിനാൽ ആര്യാടൻ മുഹമ്മദിന് ഒരു ലഡു കൊടുക്കാനായി. ആകെ മൊത്തം നോക്കുമ്പോൾ ഒരു കുരുത്തമൊക്കെയുണ്ട്. ഏതായാലും ഹസനും നോക്കട്ടെ ഒരു കൈ. Yes, thank you. ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യം ഒരു മൗന പ്രാർത്ഥനയോടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുടെ അറിയിപ്പ് ഞാൻ ആദ്യമായി വായിക്കുകയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനാർദ്ദൻ ദ്വിവേദി ജനറൽ സെക്രട്ടറി Sri M. Hassan, presently Vice President of Kerala Pradesh Congress Committee, will hold the charge of President of the Pradesh Congress with immediate effect till a regular PCC President is appointed. ഹസൻ വെറും താൽക്കാലിക ചുമതലക്കാരനാണ് എന്ന കാര്യം ചുളുവിലൊന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു രാജിവെച്ച ആരാധ്യനായ പ്രസിഡന്റ്. പക്ഷേ കോൺഗ്രസ് അല്ലേ, അതിലെന്ത് സ്ഥിരവും തൽക്കാലവും? അവിടെ സ്ഥിരമായ താൽക്കാലികമേ ഉള്ളൂ. അതിപ്പോൾ നമ്മുടെ പാർട്ടിയിലെ സ്ഥിതി വെച്ചാൽ താൽക്കാലികമൊക്കെയാണ്, സ്ഥിരമായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥിരമായിക്കോളും. അത് നമ്മുടെ പാർട്ടിയിലെ പതിവാണ്. താൽക്കാലികം എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സ്ഥിരമായിട്ട് പോയിക്കോളും. അടുത്ത നമ്മുടെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നാവും, അല്ലെങ്കിൽ സ്ഥിരമായിട്ടങ്ങ് പോയിക്കോളും. കോഴിക്കോട് DCCയിൽ KC അബു 8.5 കൊല്ലമാണ് താൽക്കാലിക പ്രസിഡന്റായി ഇരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് സ്ഥിരമാവും എന്ന കാര്യം ഉറപ്പാണ്. താൽക്കാലിക നിയമനത്തിന് തന്നെ ഇത്രയും സമയമെടുത്തതല്ലേ? കാലതാമസമുണ്ടായി ബദൽ സംവിധാനം ഉണ്ടാകാൻ. പക്ഷേ അത് സ്വാഭാവികമാണ്. കാരണം ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോകുന്നതിനിടയ്ക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിദേശത്ത് പോയി, വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിനും പോകേണ്ടി വന്നു.
അതുകൊണ്ടാണ്. എങ്കിലും വന്നു ഉടനെ തന്നെ തീരുമാനമെടുത്ത് സീനിയർ മോസ്റ്റ് PCC വൈസ് പ്രസിഡന്റ് ഹസനെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതങ്ങനെയൊക്കെയാണ്. എന്നാലും ഒരു പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞാൽ നിലവിലുള്ള വൈസ് പ്രസിഡന്റുമാരിൽ മുതിർന്നയാൾക്ക് ചുമതല കൊടുക്കാൻ ഇത്രയും കാലതാമസം എടുക്കുന്നത് എന്തിനാണ് എന്ന കാര്യം കോൺഗ്രസിന് പുറത്തു നിൽക്കുന്നവർക്ക് പിടികിട്ടാത്ത കാര്യമാണ്. ഏതായാലും ഒരു ചുമതലക്കാരൻ വന്നല്ലോ. ചുമതല ഏറ്റെടുക്കുന്നതിന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റെടുക്കട്ടെ. അപ്പോഴേക്കൊരു ഇടവേള കഴിഞ്ഞു വരാം. എന്നിട്ടാവാം വാഴ്വും പുകഴ്വും.